കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പദ്ധതികളിൽ ഒന്നാണ് PM കിസാൻ സമ്മാൻ നിധി യോജന. ഈ പദ്ധതിയുടെ 20ാമത്തെ ഗഡുവിന്റെ വിതരണം ഉടൻ ആരംഭിക്കും. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഇലക്ട്രോണിക് KYC പൂർത്തീകരിക്കേണ്ടതുണ്ട്. നിലവിൽ ധാരാളം പേരാണ് ഇലക്ട്രോണിക് KYC പൂർത്തീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് വിജയകരമായിട്ടാണോ പൂർത്തീകരിച്ചേ എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കും. കുറച്ചു പേർക്ക് വീണ്ടും ഇലക്ട്രോണിക് KYC ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനാൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിനായി PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് വഴി നോക്കാവുന്നതാണ്. സ്മാർട്ട് ഫോൺ വഴി സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ കയറി രജിസ്ട്രേഷൻ നമ്പർ നൽകിയാൽ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. നിലവിൽ കുറച്ചു പേർക്കൊക്കെ വീണ്ടും KYC ചെയ്യേണ്ട സാഹചര്യത്തിലാണ് വെബ്സൈറ്റിൽ ഈ സംവിധാനം ഉള്ളത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിന്റെ വിതരണം ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കാൻ പോകുകയാണ്. ഏപ്രിൽ തുടങ്ങി 4 മാസ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ടിലേക്ക് വിതരണം ഉണ്ടാകും. കേന്ദ്ര സർക്കാർ തീയതികൾ മുൻകൂട്ടി തന്നെ അറിയിക്കുന്നതാണ്. 20ാമത്തെ ഗഡു ലഭിക്കുന്നതോടെ 40,000-ഓളം രൂപ സാമ്പത്തിക സഹായമായി ലഭിക്കും. അതിനാൽ ഇലക്ട്രോണിക് KYCകൾ വിജയകരമായിട്ടാണോ ചെയ്തത് എന്ന് ഉപഭോക്താക്കൾ പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ വിഷു ഈസ്റ്റർ മുന്നോടിയായി വിഷു ഈസ്റ്റർ വിപണികൾ ആരംഭിക്കുകയാണ്. ഈ മാസം 12-നാണ് വിപണികൾ ആരംഭിക്കുന്നത്. 12 മുതൽ 21 വരെയായിരിക്കും വിപണി നീണ്ടു നിൽക്കുക. ത്രിവേണി സൂപ്പർ മാർക്കറ്റൊക്കെ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ സാധിക്കുന്നതാണ്. 40% ഡിസ്കൗണ്ട് വരെയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിഷു ഈസ്റ്റർ മുന്നോടിയായിട്ടാണ് ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സപ്ലൈകോ വഴിയും ആനുകൂല്യങ്ങൾ ലഭിക്കും. ആനുകൂല്യങ്ങളുടെ വിശദമായ വിവരങ്ങൾ മനസ്സിലാക്കി ഉൽപ്പന്നങ്ങൾ മേടിക്കാവുന്നതാണ്.